ഒടുവിൽ സുരേഷ് ഗോപിയുടെ വാശിക്ക് മുന്നിൽ കേന്ദ്രത്തിന് വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ്. സുരേഷ് ഗോപി ഇനിയും അഭിനയിക്കും. ഇതോടെ സുരേഷ് ഗോപി മാസ് തന്നെയാണ് എന്ന് പറയുകയാണ് ആരാധകർ. എടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നതോടെയാണ് ബി.ജെ.പിക്ക് വഴങ്ങേണ്ടി വന്നത്. അഭിനയം ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രി ആകും മുമ്പ് അഡ്വാൻസ് വാങ്ങി ഡേറ്റ് നൽകിയ സിനിമകളും ഉണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കാൻ അനുമതിയില്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനമടക്കം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന നിലപാടിലായിരുന്നു താരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരോട് സുരേഷ് ഗോപി തന്റെ നിസ്സഹായ അവസ്ഥ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. സിനിമയിൽ അഭിനയിക്കണമെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ആവശ്യം ബി.ജെ.പി കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചുവെന്നാണ് സൂചനകൾ. ഉന്നത നേതൃത്വം അനുമതി നൽകിയെന്നാണ് വിവരം. ഔദ്യോഗിക അനുമതി ഉടൻ ഉണ്ടാകും. ഇതോടെ സുരേഷ് ഗോപി ഉടൻ ക്യാമറയ്ക്ക് മുന്നിലെത്തും. ആദ്യ ഷെഡ്യൂളിൽ 8 ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ സിനിമയിലെ കഥാപാത്രമാകാൻ സുരേഷ് ഗോപി താടി വളർത്തി തുടങ്ങിയിരിക്കുകയാണ്. ഏറ്റെടുത്തിട്ടുള്ള പല പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വരുമാനം ആവശ്യമാണ്. അതുകൊണ്ട് അഭിനയം ഒഴിവാക്കാൻ കഴിയില്ല എന്നതായിരുന്നു സുരേഷ് ഗോപി സ്വീകരിച്ച നിലപാട്. ഇതിനായി അനുമതി തേടിയിട്ടും ബി.ജെ.പി ഉന്നത നേതൃത്വം ഇതിൽ തീരുമാനമെടുത്തിരുന്നില്ല. അഭിനയിക്കാൻ അനുമതി നൽകുമെന്ന് കരുതി ഒറ്റക്കൊമ്പൻ കഥാപാത്രത്തിനു വേണ്ടി അദ്ദേഹം മാസങ്ങളോളം താടി വളർത്തുകയും ചെയ്തു. എന്നാൽ അനുമതി ലഭിക്കാൻ നീണ്ടതോടെ അദ്ദേഹം കഴിഞ്ഞ മാസം താടി ഉപേക്ഷിക്കുകയായിരുന്നു. ഏറ്റവും പുതിയ സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്താണ് നടക്കുക. ഷൂട്ടിംഗ് ഈ മാസം 29-ന് ആരംഭിച്ചേക്കും. ജനുവരി 5 വരെയാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പരമാവധി ഭാഗം ചിത്രീകരിക്കും. നവാഗതനായ മാത്യു തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സുരേഷ് ഗോപിയുടെ 250ാമത്തെ ചിത്രമായാണ് ഒറ്റക്കൊമ്പൻ ഒരുങ്ങുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചതും എന്നാൽ പല കാരണങ്ങളാൽ നീണ്ടുപോവുകയും ചെയ്ത ചിത്രമാണ് ഒറ്റക്കൊമ്പൻ. മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഇത്. 2020-ൽ പ്രഖ്യാപിച്ച ചിത്രം പിന്നീട് മുടങ്ങിപ്പോയിരുന്നു. ഷാജി കൈലാസിന്റെ പൃഥ്വിരാജ് ചിത്രമായ കടുവയുമായി സാമ്യമുണ്ട് എന്ന ആരോപണത്തെ തുടർന്ന് ചിത്രം നിയമക്കുരുക്കിൽ അകപ്പെടുകയാണ്.